സ്കൂൾ കെട്ടിടത്തിന് പിറകിൽ ടീച്ചർമാരോടൊപ്പം നട്ടുപിടിപ്പിച്ച ചീരയും ക്യാബേജും കോളിഫ്ലവറും വിളവെടുത്ത് കുരുന്നുകൾ. തൈക്കാട് ഗവൺമെൻറ് മോഡൽ HSLP സ്കൂളിലെ കുട്ടികളും ടീച്ചർമാരും ചേർന്ന് നട്ടുപരിപാലിച്ച പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പ് ഉത്സവമായിരുന്നു ഇന്ന്. വിളവെടുത്ത് ഉദ്ഘാടനം ചെയ്യാനെത്തിയതാകട്ടെ ധനകാര്യമന്ത്രി KN ബാലഗോപാൽ. നഗരങ്ങളിൽ മാത്രമല്ല ഗ്രാമങ്ങളിലും കൃഷിയുമായുള്ള ബന്ധം കുട്ടികൾക്ക് കുറയുകയാണെന്നും ഇവിടെ കുഞ്ഞുങ്ങൾ ചെയ്യുന്നത് വലിയൊരു കാര്യമാണെന്നും മന്ത്രി പറഞ്ഞു. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നഗരത്തിൽ മാത്രമല്ല ഗ്രാമപ്രദേശത്തും കൃഷിയോടെ ബന്ധം കുറഞ്ഞു വരികയാണ്. അതൊരു അപകടകരമായ അവസ്ഥയാണ്. അപ്പോൾ തിരുവനന്തപുരം നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് ഇവിടെ ഇത്രയും ഒരു സ്ഥലം ഉപയോഗിച്ച് ഇവിടുത്തെ അധ്യാപകരുടെ മുൻകൈയിൽ വിദ്യാർത്ഥികളും കുഞ്ഞുങ്ങളും, വസതി വിദ്യാർത്ഥി എന്ന് പറഞ്ഞാൽ LP സ്കൂളാണ്, കുഞ്ഞുങ്ങളും പേരൻസും എല്ലാം ചേർന്ന് ചെയ്യുന്ന വലിയൊരു കാര്യമാണ്. നല്ല ഒന്നാന്തരം കൃഷിത്തോട്ടത്തിലെ നല്ല പച്ചപ്പും നല്ല ആരോഗ്യമുള്ള ചീരയും കോളിഫ്ലവറും ഒക്കെ ഇവിടെ നിൽക്കുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ ഇതൊക്കെ നമ്മൾ എങ്ങനെയാണ് കഴിക്കാനായിട്ട് കടയിൽ പോയി മേടിച്ച് മാത്രം പോരാ, എങ്ങനെയാണ് ഇതുണ്ടാവുന്നത്, കൃഷിയുടെ പ്രാധാന്യം എന്താണ്, കൃഷി സെൽഫ് സസ്റ്റൈനബിളായിട്ട് ഏത് നാട് നിൽക്കണമെങ്കിലും നമുക്ക് ബേസിക്കലി വേണ്ടത് നമ്മുടെ ഭക്ഷ്യസാധനങ്ങൾ ഉറപ്പാക്കലാണ്, റോ മെറ്റീരിയൽസ് ഉറപ്പാക്കലാണ്. അത് കൃഷി ഏറ്റവും പ്രധാനമാണ്. അതിന് നല്ലൊരു മാതൃകയാണ് ഇവിടെ ഈ സ്കൂൾ നടത്തുന്നത്. വിഷരഹിത പച്ചക്കറി ഉപയോഗം പ്രോത്സാഹിപ്പിക്കാനായി സ്കൂൾ കെട്ടിടത്തിന് പിറകിലുള്ള 75 സെൻറ് സ്ഥലത്താണ് കൃഷിയിടം ഒരുക്കിയിട്ടുള്ളത്. ചെടികൾ നടാനും പരിപാലിക്കാനും അധ്യാപകർക്കും PT അംഗങ്ങൾക്കുമൊപ്പം എല്ലാ കുട്ടികളും രംഗത്തുണ്ട്. സ്കൂൾ തുടങ്ങുന്നതിനും മണിക്കൂറുകൾക്ക് മുമ്പെത്തി ചെടികൾ നനയ്ക്കുന്നതും LP സ്കൂളിലെ കുരുന്നുകളാണ്. Subscribe to One India and never miss an update.